നിങ്ങൾക്ക് നിലമ്പൂർ മണ്ഡലത്തിലുള്ളവർക്ക് സ്വരാജിനെ നേരിട്ട് അറിയാവുന്നതാണ്. നിങ്ങൾ വലിയ താല്പര്യത്തോടെയാണ് ആ സ്ഥാനാർത്ഥിത്വം ഏറ്റുവാങ്ങിയത്. ഇവിടെ ഇന്നലെ ശ്രദ്ധിച്ച ഒരു കാര്യം, സാധാരണ നിലയിൽ LDF സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം പര്യടനം നടത്തുമ്പോൾ LDF-കാർ വലിയ തോതിൽ അടിച്ചുകൂടാറുണ്ട്. എന്നാൽ ഇന്നലെ കണ്ട ദൃശ്യം തീർത്തും വ്യത്യസ്തമായതാണ്. പതിവ് പോലെ LDF-കാരുണ്ട്, എന്നാൽ LDF-കാരാണോ, അറിയപ്പെടുന്ന LDF-കാരാണോ ഇതേവരെ LDF-ന്റെ പരിപാടികളിൽ സജീവമായി പങ്കെടുക്കാത്ത ഒരു വിഭാഗം ആളുകൾ, അവരാണോ കൂടുതലുണ്ടായത് എന്ന് സംശയം തോന്നുമാറാണ് ഓരോ പരിപാടിയും നടന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ ഭാഗമായി പ്രമുഖരായ LDF നേതാക്കൾക്കടക്കം വലിയ തള്ളൽ ഇന്നലെ അനുഭവിക്കേണ്ടി വന്നു എന്നും അറിയാനിടയായി. ഇതൊക്കെ കാണിക്കുന്നത് ഒരു പ്രത്യേക വികാരത്തോടെ സ്ഥാനാർത്ഥിത്വം നാട് സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതില് ആശ്ചര്യമില്ല. ഇതേവരെയുള്ള പൊതുപ്രവർത്തനത്തിലൂടെ ക്ലീനായ ഇമേജ് നിലനിർത്തുന്ന സ്ഥാനാർത്ഥിയാണ് സ്വരാജ്. ഏതെങ്കിലും ഒരു വഴിക്ക് പോകുമ്പോൾ അയാൾ എന്നെ കാണാതിരിക്കട്ടെ എന്ന് മനസ്സിൽ ചിന്തിക്കേണ്ട ആവശ്യം സ്വരാജിനില്ല. ആരുടെ മുന്നിലും തല ഉയർത്തി തന്നെ നിർത്തി അഭിമാനത്തോടെ മുന്നണിയുടെ പ്രതിനിധിയായി വോട്ട് ചോദിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. ഒരു കറകളഞ്ഞ വ്യക്തിത്വം അദ്ദേഹത്തിന് നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടക്കമാണ് ഇന്ന് കാണുന്ന ഈ ജനപങ്കാളിത്തമുള്ള കൺവെൻഷൻ. എല്ലാം കൊണ്ടും നല്ല തുടക്കമായി എന്നതാണ് പൊതുവെ എല്ലാവരും വിലയിരുത്തുന്നത്. LDF-ന് നല്ല നിലയിൽ മുന്നോട്ടു പോകാനാകും എന്നതാണ് പൊതുവായി ഉയർന്നു വന്നിട്ടുള്ള വികാരം. ഈ മണ്ണിന്റേതായ പ്രത്യേകതകൾ പലതുണ്ട്. കുഞ്ഞാലിയെ ഈ ഘട്ടത്തിൽ നാം എല്ലാം ഓർത്തുപോകും. പൊതുപ്രവർത്തനത്തിനിടക്ക് നിയമസഭാ പ്രവർത്തനത്തിനിടക്ക് കൊല ചെയ്യപ്പെട്ട സഖാവ് കുഞ്ഞാലി ഇന്നും മണ്ഡലം, മലപ്പുറം ജില്ല, കേരളം വേദനയോടെ ഓർക്കുന്ന സംഭവങ്ങൾ. എന്നാൽ കുഞ്ഞാലിക്ക് മുൻപും നിലമ്പൂരിന്റെ മണ്ണ് പ്രത്യേകതയുള്ള മണ്ണ് തന്നെയാണ്. സ്വാതന്ത്ര്യ സമരത്തിൽ നിർണായക പങ്കുവഹിച്ചൊരു പ്രദേശം.
കേരളത്തിലെ 1921 പ്രക്ഷോഭം, കർഷക പ്രക്ഷോഭം, ആ കർഷക പ്രക്ഷോഭത്തിന് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയൊക്കെ ഐതിഹാസികമായ നേതൃത്വം നൽകി. ഏറനാട് കലാപം എന്ന പേരിൽ അറിയപ്പെട്ട അതിന്റെ ആസ്ഥാനം മഞ്ചേരിയാണെങ്കിലും നിലമ്പൂരിന്റെ മണ്ണിന് വലിയ പ്രത്യേകത അതിനകത്തുണ്ട്. ഒരുപാട് ധീരർ നിലമ്പൂരും കവളപ്പാറയിലുമൊക്കെയുള്ള അനേകം ധീരർ ജീവൻ കൊടുക്കേണ്ടി വന്ന ഒരു പ്രക്ഷോഭം. അന്തമാനിലേക്കടക്കം നാട് കടത്തപ്പെട്ടവർ, അതെല്ലാം ഇവിടെ നിലമ്പൂരിലുള്ളവരും ധാരാളം ഉള്ളതാണ് എന്ന് നമുക്കേവർക്കും അറിയാവുന്നതാണ്. ആ പ്രക്ഷോഭത്തിന് ഐതിഹാസികമായി നേതൃത്വം കൊടുത്ത വാര്യംകുന്നത്തിനെ ചതിയിലൂടെയാണ് പിടികൂടിയതും കൊണ്ടുപോയി കൊലപ്പെടുത്തിയതുമെന്നത് ഈ നാടിന് അറിയാത്ത കാര്യമല്ല. ഇവിടെ അടുത്തുള്ള ചോക്കാട് വീട്ടിക്കുന്നിൽ വെച്ചാണ് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ പോലീസ് വളഞ്ഞ് അന്നത്തെ പോലീസ് വളഞ്ഞ് പിടികൂടുന്നത്. അതിനുപയോഗിച്ചത് തീർത്തും ഒരു ചതിപ്രയോഗമായിരുന്നു. വാര്യംകുന്നത്തിനെ കാണാൻ അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് ചെല്ലുന്നു. സുഹൃത്തിനെ അദ്ദേഹം കാണാൻ അനുവദിക്കുന്നു. അതൊരു കെണിയായിരുന്നുവെന്ന് വാര്യംകുന്നത്തിനറിയില്ല. ബ്രിട്ടീഷ് പട്ടാളം തൊട്ടു പിന്നാലെ വന്ന് വളയുന്നു. വാര്യംകുന്നത്തിനെ പിടികൂടി മലപ്പുറം കുന്നുമ്മൽ കൊണ്ടുപോയി വെടിവെച്ച് കൊല്ലുന്നു. ഐതിഹാസികമായ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തവരുടെ മണ്ണാണിത്. അതോടൊപ്പം തന്നെ വാര്യംകുന്നത്തിനെ പിടികൂടാൻ ഉപകരണമായി പ്രവർത്തിച്ച ചതി കാണിച്ച ആളുടെ മണ്ണും കൂടിയാണിത്. ഇപ്പൊ നമ്മളും ഒരു ചതിക്കിരയായാണ് ഇത്തരമൊരു തെരഞ്ഞെടുപ്പ് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഏതായാലും അതില് ഏതെങ്കിലും തരത്തിൽ ആശങ്കപ്പെടുന്നൊരു മുന്നണിയല്ല LDF. കാരണം തികഞ്ഞ ആത്മവിശ്വാസത്തോടെ, നല്ല വിജയപ്രതീക്ഷയോടെ തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് LDFന് കഴിയുക. അതിനിടയാക്കുന്നത് ജനങ്ങൾ LDFന് നൽകുന്ന പിന്തുണ തന്നെയാണ്.